മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ മരിയൻ തീർത്ഥാടകരെ, നിങ്ങൾക്ക് ഏവർക്കും ഈ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലേക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ ഈ പരിശുദ്ധ കുർബാനയ്ക്കായി കഴിഞ്ഞ ദിവസങ്ങളിലായി നിയോഗങ്ങൾ നൽകിയിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകമായി ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കാവൽ മാലാഖമാരുടെ ദിവസം കൊണ്ടാടുകയാണ്. ഒക്ടോബർ 2-ാം തീയതി കാവൽ മാലാഖ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന മാലാഖയാണ്. മാലാഖയോട് എന്ത് പറഞ്ഞാലും കേൾക്കും. ഒരിക്കലും ഒരാൾ പിന്നെ പള്ളികളിലൊക്കെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അയാൾ പള്ളിയിൽ കയറിയപ്പോൾ കാവൽ മാലാഖയോട് ഈ ചെരുപ്പൊന്ന് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞാലും ചെയ്യുമല്ലോ. മാലാഖെ, എൻ്റെ ഞാൻ പള്ളി കയറുമ്പോൾ എൻ്റെ ചെരുപ്പ് നഷ്ടപ്പെടരുത്, മാലാഖ ഇവിടെ ഇരുന്ന് നോക്കിക്കോളണം എന്ന് പറഞ്ഞങ്ങനെ അയാൾ കുർബാനയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാലാഖ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്തിനാണ് മാലാഖ കരയുന്നത്? അപ്പോൾ മാലാഖ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ നീ ദൈവത്തെ സ്തുതിച്ച് ബലിയർപ്പിക്കുമ്പോൾ നിൻ്റെ കൂടെ നിന്ന് ദൈവത്തെ സ്തുതി പാടേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ട്. അതാണ് എൻ്റെ പ്രഥമ ഉത്തരവാദിത്തം. ദൈവദൂതന്മാരോടൊപ്പം എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ദൈവത്തിന് സ്തുതി പാടേണ്ട ഉത്തരവാദിത്തം. പക്ഷെ നീ എന്നെ അത് ഏൽപ്പിക്കാതെ, അതിനനുവദിക്കാതെ നിസാരമായ ചെരുപ്പ് നോക്കാനായിട്ട് ഏൽപ്പിച്ചു. അതുകൊണ്ട് നിൻ്റെ കൂടെ എനിക്ക് പാടാൻ സാധിച്ചില്ല, നിൻ്റെ കൂടെ ബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാണ് മാലാഖ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എൻ്റെ മാലാഖ പോയിട്ട് അത് ചെയ്യ് എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും നിങ്ങൾ. കാരണം ചെരുപ്പ് പ്രധാനപ്പെട്ടതാണല്ലോ. ഒരാളുടെ 8000 രൂപയുടെ ചെരുപ്പാണ് പോയത്. 8000 രൂപയുടെ ചെരുപ്പ്. ഇത്ര വില പിടിപ്പുള്ള ചെരുപ്പ് കിട്ടി പള്ളി വരണോ? അപ്പോൾ നമുക്ക് കൂടെ നിന്ന് ബലിയർപ്പിക്കുന്ന മാലാഖയെ നമുക്ക് കൂടെ ചേർത്ത് പിടിക്കാം. ചിലപ്പോൾ നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ബലിയർപ്പിക്കുന്നതെങ്കിൽ മാലാഖയ്ക്ക് സങ്കടാവും. ഇനിയും നമ്മൾ വേറൊരാൾക്ക് ദുഷ്പ്രേരണ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാലാഖയ്ക്ക് സങ്കടാവും. ദുഷ്പ്രേരണ ആർക്ക് കൊടുത്തു അയാളുടെ മാലാഖയ്ക്ക് സങ്കടാവും. അങ്ങനെ കൂട്ടമായിട്ട് മാലാഖമാരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് വേണോ ബലിയർപ്പിക്കാൻ? നമുക്ക് ഭക്തിയോടുകൂടെ ഈ ചിന്തകൾ സ്വീകരിച്ച്, മാലാഖ എന്നത് സത്യമാണ്, അത് ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഓരോ കുഞ്ഞ് ഭ്രൂണം രൂപപ്പെടുമ്പോൾ തന്നെ ഓരോ മാലാഖയെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലും 336-ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. ഇപ്പം സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്, അതൊരു മിഥ്യയല്ല, സത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു അവബോധത്തോടുകൂടെ നമുക്ക് പരിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോട് സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും
വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവർണ്ണനീയമായ പരിപാലനത്താൽ അങ്ങ് വിശുദ്ധരായ മാലാഖമാരെ ഞങ്ങളുടെ സംരക്ഷണത്തിനായി അയക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. അവരുടെ സംരക്ഷണത്താൽ നിരന്തരം സുരക്ഷിതരാകാനും അവരുടെ സമൂഹത്തിൽ നിത്യമായി ആനന്ദിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. കർത്താവിൻ്റെ വചനം. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. നിന്റെ വഴികളിൽ
നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ളവരെ, കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മൾ കത്തോലിക്ക സഭയിൽ 2 ദിവസങ്ങളിലാണ് മാലാഖമാരെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒന്ന് സെപ്റ്റംബർ 29 മുഖ്യദൂതന്മാരുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടി. പിന്നീട് വരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഒക്ടോബർ 2 കാവൽ മാലാഖമാരുടെ തിരുനാൾ. ഇതിൽ നവവൃന്ദം മാലാഖമാർ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, 9 ഗണം മാലാഖമാർ. അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ പത്രോസ് മാൽക്കസിൻ്റെ ചെവി ഛേദിച്ച് കളയുന്ന സംഭവം, അതിൽ 26-ാം അധ്യായം മത്തായി 26:53 ഈശോ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്ന് നീ വിചാരിക്കുന്നുവോ? അപ്പോൾ പത്രോസ് ഈശോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമാണ്. ഇനിയും ലൂക്കായുടെ സുവിശേഷം, ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക 22:43 അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈശോയ്ക്ക് പോലും ദൈവദൂതന്മാരുടെ സഹായം ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ കാവൽ മാലാഖമാർ, സംരക്ഷക മാലാഖമാർ. അതൊരു ആത്മീയ സഹായമാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലും 55-ാമത്തെ ഖണ്ഡികയിൽ ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നൊരു കാവൽ മാലാഖയെ സ്വീകരിക്കുന്നു. ഇത് സഭയുടെ പഠനമാണിത്. ഇനി
കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ തന്നെ 336 ഖണ്ഡികയിൽ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണം വരെ മനുഷ്യജീവിതം കാവൽ മാലാഖമാരുടെ മധ്യസ്ഥത്താലും ശ്രദ്ധാപൂർവമായ സംരക്ഷണത്താലും ചുറ്റപ്പെടുന്നു. അപ്പം ഇത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഭ്രൂണം രൂപപ്പെടുന്ന നിമിഷം തന്നെ ഒരു കാവൽ മാലാഖയെ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. 1670 ക്ലെമൻ്റ് 10 പാപ്പയാണ് കത്തോലിക്ക സഭയിൽ ഈ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആചരിക്കാൻ ആരംഭിച്ചത്. നമുക്കതുകൊണ്ട് ഈ ഒരു തിരുനാൾ വളരെ വലിയ സുന്ദരമായ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു പക്ഷേ ഈ നവവൃന്ദം മാലാഖമാരെ നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കണമെന്നില്ല. കാരണം നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ഇതൊക്കെ നമുക്ക് പലർക്കും അറിയുന്നില്ല, അതൊന്നും അറിയില്ല. കൂദാശ 7 കൃത്യമായിട്ട് പറയാൻ അറിയോ? 10 കൽപ്പനകൾ കൃത്യമായിട്ട് പറയാൻ അറിയോ? അപ്പം പിന്നെ എങ്ങനെ നവവൃന്ദം മാലാഖമാരുടെ പേരൊക്കെ പഠിക്കുന്നത്? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ഗൂഗിളിലും നെറ്റിൽ യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. അതാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെയാണ്. ഈ പാട്ട് കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ നവവൃന്ദം മാലാഖമാരുടെ പേര് പഠിക്കാൻ എളുപ്പമാണ്. ഒന്ന് പഠിച്ചു നോക്കുന്നത് നല്ലതാണ്. ക്രോവേന്മാരെ, സ്രാപ്പേന്മാരെ, ജ്ഞാനാധിക്യരെ, ഭദ്രാസനരെ, അധികാരികളെ, താത്വികന്മാരെ. ഇത് ഇപ്പം തന്നെ 6 എന്ന് ശ്രദ്ധിച്ചേ. ക്രോവേന്മാരെ, സ്രാപ്പേന്മാരെ, ജ്ഞാനാധിക്യരെ, ഭദ്രാസനരെ, അധികാരികളെ, താത്വികന്മാരെ, ബലവാന്മാരെ, മുഖ്യദൂതരെ, ദൈവദൂതഗണമേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. ഇതൊന്ന് പാടി പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പാടി പഠിക്കുന്നല്ല. മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണം. ഒന്ന് ഏറ്റുപാടാവോ? മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. സങ്കീർത്തനം 91 നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. ഒന്ന് കരമുയർത്താവോ? സങ്കീർത്തനം 91 പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ഒത്തിരിയേറെ കുടുംബങ്ങൾ അത് പ്രാർത്ഥിക്കുന്നവരാണ്. അതിൽ മാലാഖമാരെ കുറിച്ച് പറയുന്ന 2 വചനങ്ങളുണ്ട്. സങ്കീർത്തനം 91 11, 12 വചനം. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമാണ് അത്. നമുക്ക് എത്ര സുന്ദരമായൊരു വചനമാണ്. വാഹനം ഓടിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനമാണ്. കർത്താവേ, എൻ്റെ വാഹനത്തിന് ചുറ്റും മാലാഖമാരെ അകമ്പടി നിർത്തണമേ, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവേ, ഈ വാഹനം ഓടിക്കുന്ന എന്നെ ദൈവിക സംരക്ഷണം കൊണ്ട് പൊതിയണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഇനി മറ്റൊരു വചനമാണ്. കുട്ടികൾക്ക് ഭയമൊക്കെ ഉള്ളപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വചനമാണ്. നമുക്ക് ഭയം ഉള്ളപ്പോൾ സഭ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള ഭാഗിക ദണ്ഡവിമോചനം കൽപ്പിച്ചിട്ടുള്ള 2 പ്രാർത്ഥനകളാണ്. വിശ്വാസ പ്രമാണവും എത്രയും തേളമാതാവേ, അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നൊരു വചനമാണ് സങ്കീർത്തനം 34:7. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവെ, എനിക്കിപ്പോൾ എൻ്റെ വാഹനത്തിന് ചുറ്റും, വാഹനം ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം, വാഹനത്തിന് ചുറ്റും മാലാഖമാരെ അകമ്പടി നിർത്തി സംരക്ഷിക്കണമേ. ഭയമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവെ, എൻ്റെ ചുറ്റും മാലാഖമാരെ പാളയം നിർത്തണമേ. പാളയം നിർത്തുക, അതൊരു ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണ്. ഇനി നമ്മൾ ഇന്നത്തെ 1-ാം വായനയിലും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. ഇന്നത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായമാണ്. 20, 21, 22, 23 ഇത് ദൂതന്മാരെ കുറിച്ചുള്ള വചനങ്ങളാണ്. അതിലും എന്താണ് ദൂതന്മാരുടെ കടമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ മുൻപേ പോകുന്നവരാണ്. നമ്മുടെ മുൻപേ നമ്മൾ നടക്കും. അത് ദൈവം അയക്കുന്നതാണ്. നമുക്ക് മുൻപേ പോകാൻ അവർ ദൂതന്മാരെ ഇങ്ങനെ അയക്കും. ഇനി വഴിയിൽ നമ്മളെ കാത്തുപരിപാലിക്കാൻ, വഴിയിൽ നമ്മളെ കാത്തുപരിപാലിക്കാൻ, ഇനി ദൈവം ഒരുക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ, അത് സ്വർഗമാണ്. ഇനി നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിൽ നിന്ന് നമ്മളെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. നമ്മൾ ധൂർത്തപുത്രൻ്റെ കഥയെടുത്തേ. ധൂർത്തപുത്രൻ അങ്ങനെ സ്വത്തൊക്കെ വാങ്ങിച്ച് ദൂരെ പോയില്ലേ? അങ്ങനെ ധൂർത്തപുത്രൻ്റെ മുന്നേ പോയി
മുന്നേ പോയി എന്ന് കരുതുക. വലിയ ഇല്ലേ, ഈ കാലഘട്ടത്തിൽ മക്കളൊക്കെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ കെണികളിൽ പെട്ടുപോകാറില്ലേ? പക്ഷെ ധൂർത്തപുത്രൻ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സംരക്ഷിച്ചത് ആരാ? അപ്പം വഴിയിൽ കാത്തുപരിപാലിക്കുന്നത് കാവൽ മാലാഖ. ഇനി ദൈവം ഒരുക്കുന്ന സ്ഥലം ഏതാ? സ്വന്തം വീട് തന്നെ. സ്വന്തം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത് കാവൽ മാലാഖയല്ലേ? അപ്പോൾ അതാണ് കാവൽ മാലാഖയുടെ ദൗത്യം. അതാ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അനുസരിക്കണം. അത് പുറപ്പാട് 20, 23, 21 നമ്മൾ അനുസരിക്കണം. പ്രകോപിപ്പിക്കരുത്. കാവൽ മാലാഖയെ പ്രകോപിപ്പിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പ് നോക്കാൻ ഏൽപ്പിക്കരുത്. മാലാഖയ്ക്ക് സങ്കടാവും. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യരുത്. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ കാവൽ മാലാഖയെ നമ്മൾ അങ്ങനെ നന്നായിട്ട് കൊണ്ടു നടക്കണം. അത് മറ്റൊരു കാര്യം, നമുക്കിപ്പോൾ കുറേ തടസ്സങ്ങളുണ്ടല്ലോ. കല്യാണം നടക്കുന്നില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, വീട് പണി പൂർത്തിയാവുന്നില്ല. ഇത് നമുക്ക് എല്ലാം തടസ്സം, എല്ലാത്തിനും തടസ്സം, എന്ത് ചെയ്താലും തടസ്സം. തടസ്സം ഒരു ശത്രുവാണെന്ന് കരുതുകയാണെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം 23 ഓർക്കാൻ പറ്റിയ വചനമാണ്. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി. അതിനു മുമ്പ് 22 വചനമാണ്. അവൻ്റെ വാക്ക് കേൾക്കുകയും, പുറപ്പാട് 23, 22 അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. മനസ്സിലായോ? കാവൽ മാലാഖ പറയണത് പോലെയൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ ആരാ? ഒന്നും നടക്കുന്നില്ല, തടസ്സങ്ങൾ, മൊത്തം തടസ്സങ്ങൾ. ഈ ശത്രുക്കളെ പോലും ദൈവം അത് മാറ്റിക്കളയും. കാവൽമാർ, കാരണം ദൈവം അയച്ചിരിക്കുക നമ്മളെ നയിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് അച്ഛനോട് പറയും, പ്രാർത്ഥിക്കാനൊക്കെ പറയും. പക്ഷേ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള പോലെയൊക്കെ നടക്കും. എന്നിട്ട് അനുഗ്രഹം എല്ലാം വേണം. ഇവിടെ വന്നിട്ടാണെങ്കിലും മദ്യപിക്കും. നമുക്ക് അനുഗ്രഹം വേണം, പക്ഷെ നമ്മൾ മദ്യപിക്കും. നമ്മൾ ദൈവത്തിന് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ശത്രുക്കളെപ്പോലും ദൈവത്തിന് ശത്രുവാക്കി മാറ്റും. ദൈവം നമുക്കത് ചെയ്തു തരും. മനസ്സിലായോ? കാവൽ മാലാഖയെ പ്രകോപിപ്പിക്കരുത്. ഇപ്പോൾ ഒരു സഹോദരങ്ങൾ തമ്മിൽ വീട്ടിൽ തല്ലുകൂടുകയാണ് ഇല്ലേ? എൽസ സുഖാണോ? അപ്പം സഹോദരങ്ങൾ തമ്മിൽ തല്ലുകൂടുകയാണ്. അപ്പം അങ്ങനെ ചേച്ചിയും അനിയനും ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പം ചേച്ചിയെ അനുജൻ പൊതിരെ തല്ലുമ്പോൾ ഈ അനിയൻ്റെ മാലാഖ പറയും, എൻ്റെ കുഞ്ഞ് തല്ലല്ലേ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും. ഇനി ചേച്ചിയുടെ മാലാഖ എൻ്റെ കുഞ്ഞിനെ തല്ലല്ലേ എന്ന് പറഞ്ഞാൽ ആ മാലാഖയും കരയും. 2 മാലാഖമാരെ സങ്കടപ്പെടുത്തും. തല്ലുകൂടുമ്പോൾ, വഴക്ക് പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, വഴിയരികിലൊക്കെ അപവാസം പറയും. അപ്പം ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ ഒക്കെ, നമ്മൾ ഒരാളെ മോശമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒക്കെ മാലാഖയ്ക്ക് സങ്കടം. അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നതാണ്. മത്തായി 18:10-11 ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആരെയും നിന്ദിക്കരുത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദേവാലയത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ കൊച്ചു വസ്ത്രങ്ങളൊക്കെ ഇട്ട് വരും. ചെറിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വരും. അപ്പം പുറകിലിരിക്കുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും, ഒരു അസ്വസ്ഥത വരും, പ്രലോഭനം വരും. അപ്പോൾ ഈ മാലാഖ പറയും, എൻ്റെ കുഞ്ഞ് നീ ഈ വസ്ത്രധാരണം ശ്രദ്ധിക്കുക, നീ തലയിലൊക്കെ സ്കാർഫൊക്കെ ഇട്ട് വരിക, നീ ബർമോഡയിട്ട് ചെറിയ ഷോർട്ട്സ് ഇട്ട് കുമ്പസാരിക്കാൻ പോകല്ലേ, നീ ചെറിയ ഷോർട്ട്സ് ഇട്ട് പള്ളി വരല്ലേ എന്ന് മാലാഖ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി മറ്റു ആളുകളെ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകും. ഇങ്ങനെ പള്ളി പോകാല്ലേ, ഇങ്ങനെ പള്ളി പോകാമെന്നൊരു തെറ്റിദ്ധാരണ പരത്തും. ലോകത്തിൻ്റെ അരൂപി കയറ്റിവെക്കുക. സ്വർഗം തന്നിരിക്കുന്ന മാലാഖ എന്ന സംവിധാനത്തെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ച് കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യാനാ? നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കാവൽ മാലാഖമാരുടെ ദിവസം നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. വചനത്തിൻ്റെ വാളുമേന്തി പറന്നിറങ്ങണമേ, സാത്താനെയും തിന്മകളെയും ദൂരെയകറ്റണമേ, ദൈവമക്കളോടൊന്നു ചേർന്നു പാടാൻ വരണമേ, ദൈവത്തിൻ തിരുനാമം വാഴ്ത്തി ആരാധിച്ചിടം. ഒന്ന് കരമടിച്ച് പാടാവോ? മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്ക ശുശ്രൂഷയ്ക്ക വേഗം വരണം. ചേർന്ന് പാടിക്കേ ഉറക്കെ.
മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേഗം വരണമേ. മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേഗം വരണമേ. സംരക്ഷയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേഗം വരണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ അടുക്കലാണ് മാലാഖ കുറെ തവണ വന്ന് ഇല്ലേ മംഗളവാർത്തയൊക്കെ പറഞ്ഞ് മാലാഖമാരുടെ രാജ്ഞിയാണ്. അതുകൊണ്ട് മറിയത്തോടൊപ്പം മാലാഖമാരോടൊപ്പം നല്ല സുന്ദരമായ ഒരു കത്തോലിക്ക വിശ്വാസ ജീവിതം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള, മാലാഖമാരുടെ സഹായമൊക്കെ ലഭിക്കുന്ന നല്ലൊരു കത്തോലിക്ക വിശ്വാസ ജീവിതം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആത്മദാനമായി നൽകാം അപ്പവും വീഞ്ഞും, ആശീർവദിച്ചരാ കൈകളിൽ നാദാ, ഈടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, വിശുദ്ധരായ അങ്ങ് മാലാഖമാരുടെ വണക്കത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കകൾ അങ്ങ് സ്വീകരിക്കുകയും അവരുടെ നിരന്തര സംരക്ഷണത്താൽ ഇക്കാലയളവിലെ ആപത്തുകളിൽ നിന്ന് ഞങ്ങൾ മോചിതരായി നിത്യജീവനിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചേരാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങ് മഹത്വം, അങ്ങേ പ്രഘോഷണത്താൽ ഞങ്ങൾ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖ വൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാഭവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിലും ഉപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ,
പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മതിൽ വീണ്ടതമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു.
അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയൂ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ദൈവപാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ്യമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണേ, ഞങ്ങൾ സമാധാനം നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്രയേറെ വലിയ കൂദാശയാൽ നിത്യജീവന് വേണ്ടി പരിപോഷിതരാകാൻ അങ്ങ് തിരുവുള്ളമായ ഞങ്ങളെ മാലാഖമാരുടെ ശുശ്രൂഷയാൽ രക്ഷയുടെയും സമാധാനത്തിന് മാർഗത്തിലൂടെ അങ്ങ് നയിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.